ഗെയിമും ടാസ്കുകളും കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു 2 ദിവസങ്ങൾ, കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഒരു മിഡ് വീക്ക് എവിക്ഷനാണ്. ആ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടാസ്കുകളാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടാസ്കുകളെല്ലാം തന്നെ നമുക്ക് ഈവൻ ഒരു കലാപരിപാടി നമ്മൾ കഴിഞ്ഞ കുറേ സീസണിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, ഈ യൂത്ത് ഫെസ്റ്റിവൽ പോലത്തുള്ള ടാസ്കുകൾ. പക്ഷേ ഈ ടാസ്കിനൊക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പക്കാ ടാസ്ക് ആയിപ്പോയി. അതിനകത്തൊന്നും ഒരു ലൂപ്പ് ഹോളും കൊടുക്കാതെയാണ് കംപ്ലീറ്റ്ലി ബിഗ് ബോസ് പൂട്ടിയത്. പക്ഷേ ഇപ്പോഴത്തെ ഇന്നത്തെ ആ ഒരു യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ആ പറഞ്ഞ കലാപരിപാടികൾ നടത്തുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അനീഷ് വളരെയധികം ഡിപ്രസ്ഡ് ആകുന്നത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കാരണം അനീഷിന് തുടക്കം തൊട്ടേ തിരിച്ചടികളായിരുന്നു. അനീഷിന് ഈ പറയുന്ന ഇരുട്ട് മുറിയിൽ പോകാതെ വേറെ നിവൃത്തിയില്ല എന്ന അവസ്ഥയിൽ എത്തിച്ചപ്പോൾ വൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. ഒനിയിലും ഷാരികയുമാണ് ഈ പറഞ്ഞ കണക്ക് മിഡ് വീക്ക് എവിക്ഷനിൽ എവിക്റ്റ് ആകുന്നത്. അപ്പോൾ അനീഷ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അനീഷിന് വേണ്ടി മാത്രമായിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തതാണോ? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ഏറ്റവും കൂടുതലും സംസാര വിഷയമായിരിക്കുന്നത് അനുമോളുടെ കേസാണ്. അനുമോൾ എന്തിനാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ അനുമോളെ നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അനുമോള് ശരിക്കും അനീഷിനെ എങ്ങനെ വെറുക്കുന്നു, എന്തുകൊണ്ട് വെറുക്കുന്നു, അല്ലെങ്കിൽ അനീഷിനോടുള്ള അനുമോളുടെ ഒരു രീതി. ഇനി അനീഷിന്റെ കാര്യം വിട്, അനുമോൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് കൂടെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് ലൈവിൽ ഒരു കുറേ നേരത്തോളം അനുമോളും ശൈത്യയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വരുന്നുണ്ടായിരുന്നു. അനുമോള് കരഞ്ഞുകൊണ്ട് ശൈത്യയോട് കുറേ അധികം ക്ലോസ് ആയിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ അവർ പരസ്പരം പറയുന്നുണ്ട്, ശൈത്യക്ക് ഇനി തൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ട് അനുമോള് മാറുകയാണ് എന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ശൈത്യക്ക് ഒരു ഗെയിം പ്ലാനും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശൈത്യ ആ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അനുമോളെ ഞാൻ ആ ഒരു കാറ്റഗറിയിൽ ഇനിയും കാണാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അനുമോൾ കുറെ കൂടെ ജെനുവിനാണ്. അനുമോൾ ഒരു സേഫ് ഗെയിമറാണ്, ഫേക്ക് ഗെയിമറാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. അനുമോള് പേഴ്സണലി അനുമോൾ എന്ന് പറഞ്ഞ ഒരാളുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ കുറച്ചധികം കുട്ടിത്തവും കുറച്ച് ബഹളവും തമാശകളും പിന്നെ കൂടുതലും കരച്ചിലും ഇത് ആ ആളുടെ ഒരു പേഴ്സണാലിറ്റിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അറിയത്തില്ല, ഞാൻ ഈ പറഞ്ഞ സ്റ്റാർ മാജിക്കിലൊക്കെ ഈ കുട്ടിയെ കണ്ടിട്ടുള്ളിടത്തോളം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അനീഷിനോട് ഈ സപ്പോർട്ട് കാണിക്കാൻ അനുമോൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? ആ ഒരു 2 ഗെയിം അനീഷിന് വേണ്ടി അവർ കളിക്കേണ്ടിയിരുന്ന 2 ഗെയിമിൽ അപ്പാനി ശരത്ത് ചതിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പാനി ശരത്തിന്റെ സ്ട്രാറ്റജി അവിടെ എടുത്തു. അവിടെ അനുമോളിനെ എങ്ങനെയൊക്കെയോ വശത്താക്കിയിട്ടുണ്ട്. അപ്പാനി അനുമോൾക്കൊപ്പം നിന്നിട്ട് തന്നെയാണ് ഈ പറഞ്ഞ അനീഷിനെതിരെ കളിച്ചത് എന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഇനി അതിനകത്ത് അനുമോൾക്ക് മാനസാന്തരം വന്നോ? കാരണം വേറൊരാളും ഈ ഗെയിമിനകത്ത് ബെസ്റ്റ് പ്ലെയർ എന്ന് അനീഷിനെ അഭിസംബോധന ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്നത് ഇന്നലത്തെ മോർണിംഗ് ടാസ്കിനെ കുറിച്ചാണ്. ഇന്നലത്തെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിക്കകത്ത് ബിഗ് ബോസ് 3 കാര്യം പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത്, ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ആര്, സേഫ് ഗെയിമർ ആര്, അതുപോലെ ബെസ്റ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആര്? നമ്മുടെ അനുമോൾ ഉൾപ്പെടെ എല്ലാവരും അനീഷിനെയാണ് കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നവൻ എന്ന് മുദ്ര കുത്തിയത്. പക്ഷേ ആ സെയിം അനുമോള് നല്ല പ്ലെയർ എന്ന പേരില് അപ്പാനിയെ പറഞ്ഞില്ല, അക്ബറിനെ പറഞ്ഞില്ല, ഷാനവാസിനെ പറഞ്ഞില്ല. ഇനി ജിസേല് കുറെ കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ജിസേലിനെയും പറഞ്ഞില്ല. പകരം പറഞ്ഞത് അനീഷിനെ തന്നെയാണ്. സോ ഞാൻ ആ ഒരു ടാസ്കിന്റെ എഗെയിൻ ആ ടാസ്ക് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ആ ഒരു ആക്ടിവിറ്റിയിൽ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിൽ അകത്ത് നിൽക്കുന്നവരൊക്കെ പറഞ്ഞതിൽ പകുതി പേരും നെവിനെയും അനുമോളെയും സേഫ് ഗെയിമർ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവർ സേഫ് ഗെയിമർ ആണോ? അവർ ശരിക്കും പറഞ്ഞാൽ റിസ്ക് എടുത്താണ് കളിക്കുന്നത്. അനുമോള് കരയുന്നുണ്ട്, കരച്ചിൽ കാർഡ് എടുക്കരുതെന്ന് എത്ര പേര് പറഞ്ഞു? ഇനി നെവിൻ്റെ കാര്യം, നെവിൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഗെയിം പ്ലാനോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയോ ഇതുവരെയും എടുത്തിട്ടില്ല. ആ പുള്ളിക്കാരൻ എങ്ങനെയാണോ പുറത്ത് അത് തന്നെയാണ്. വേണമെങ്കിൽ ആദ്യമേ തന്നെ അഭിനയിച്ച് നിൽക്കാമായിരുന്നു. തനിക്കുള്ള സ്ത്രൈണത, അതായത് ഒരു ഫെമിനിൻ ഡോമിനേഷൻ ആളുടെ ക്യാരക്ടറിലുണ്ട് എന്നുള്ളത് ഒളിപ്പിച്ചു വെക്കാമായിരുന്നു. ഗെയിമിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും കാണിക്കാമായിരുന്നു. മറ്റുള്ളവരോടത്തൊക്കെ മിണ്ടാതിരിക്കാമായിരുന്നു. ഞാൻ ബിഗ് ബോസ് തുടങ്ങിയ ആ ഒരു 2-3 ദിവസം നെവിനെ കണ്ടതുകൂടിയില്ല. കാരണം പുള്ളിക്കാരന് എല്ലാവരെയും ഒന്ന് കണ്ട് പഠിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്ത് വന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു നെവിന്. അതിനുശേഷം പുള്ളിക്കാരൻ എല്ലായിടത്തും കൂട്ടുകൂടി ഒട്ടും സേഫ് അല്ലാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. പുറത്ത് ഈ പറയുന്ന നെവിന് ഒരുപാട് വെറുപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ബിക്കോസ് ഓഫ് ഹിസ് ക്യാരക്ടർ. അത് പുറത്ത് പച്ചയ്ക്ക് പലരും ചോദിക്കും, ആണാണോ പെണ്ണാണോ ട്രാൻസ് വുമൺ ആണോ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് ഉണ്ടാകും. കാരണം മലയാളികൾ അങ്ങനെ ചോദിക്കും എന്ന് നെവിൻ തന്നെ
നെവിന് തന്നെ അറിയാം. പക്ഷെ 10 പേർക്കെങ്കിലും പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് നെവിൻ വന്നത്. അപ്പോൾ ആ നെവിൻ പോലും സേഫ് ഗെയിമർ അല്ല. ഞാൻ ഈ കാര്യം പറഞ്ഞത് ബിഗ് ബോസിനകത്ത് ഇപ്പോൾ മത്സരിക്കുന്ന ഒരാൾക്കും പരസ്പരം അവരെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ല. എന്നാൽ അവിടെ അനുമോൾക്കൊരു ധാരണയുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അനീഷ്, ഏറ്റവും നല്ല ഗെയിമർ അനീഷ്. അപ്പൊ ആ അനീഷിനെ അവസാന നിമിഷം എന്തുകൊണ്ട് അനുമോള് രക്ഷപ്പെടുത്തി? അപ്പൊ അനുമോള് അനീഷിനോട് അടുത്തൊരു ഗെയിം വന്നപ്പോ അനീഷേട്ടാ നല്ലോണം കളിക്കണേ അനീഷേട്ടാ എന്ന് പറഞ്ഞത് അപ്പാനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം അനുമോളും അപ്പാനിയും കുറച്ചുനാള് നല്ല ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന അനുമോളുടെ ഈ സ്വഭാവത്തെ അപ്പാനി മറ്റുള്ള എല്ലാ കൂട്ടുകാരടുത്തും, അതായത് നമ്മുടെ അനുമോളുടെ കൂട്ടുകൂടി നടന്ന എല്ലാവരോടും പറഞ്ഞ് അനുമോൾക്ക് എതിരെ തിരിപ്പിക്കുകയാണ്. അനീഷിന്റെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ സെൽഫായിട്ട് തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിൽ നിന്ന് തിരിച്ചടി കിട്ടിയതുകൊണ്ട് അനീഷ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അനുമോൾ എന്നല്ല, ഇനി ആര് വന്ന് പറഞ്ഞാലും ബിഗ് ബോസ് പോലും തനിക്കെതിരെ തിരിയുമോ എന്നുള്ള പേടി അനീഷിനുണ്ടായതുകൊണ്ട് തനിക്ക് സർവൈവ് ചെയ്യണം, തനിക്കിവിടെ കളിക്കണം, താൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് താൻ കപ്പെടുക്കും എന്ന് പറഞ്ഞ് എല്ലാത്തിനും താൻ ഒന്നാം സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്ന അനീഷിന് അനുമോളുടെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്ന് അനുമോൾക്കും അറിയാം. അപ്പോൾ പിന്നെ എന്തിന് അനുമോൾ അനീഷിനൊപ്പം നിൽക്കുന്നു? അനുമോൾക്കും കയറി വരാനായിരിക്കില്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനുമോൾ എടുക്കുന്ന ഒരു കോംബോ സ്ട്രാറ്റജിയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ തമാശയായിട്ടൊക്കെയാണ് അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലൊക്കെ ആയിട്ട് ഇടുന്നത് എങ്കിൽ കൂടിയും അതിനകത്തൊരു കാര്യമുണ്ട്. ഒരു ലവ് കോംബോ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഈ പറഞ്ഞൊക്കെ ലവ് കോംബോ വേണമെന്നൊന്നുമില്ല. ഒരു ടോം ആൻഡ് ജെറി കോംബോ ആയാലും വർക്കൗട്ട് ആവും. അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ടാസ്കിന്റെ, അതായത് അനീഷ് രക്ഷപ്പെട്ടത് എങ്ങനെയാണ്, അനീഷിന്റെ ആ ഒരു രക്ഷപ്പെടലിന് പിന്നിൽ അനുമോളൊന്നും അല്ല കേട്ടോ, അതെന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം. അതുവരേക്കും കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാമ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.